നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ എളമ്പച്ചിയിലെ രാമവില്യം കഴകത്തിന്റെ തിരുസന്നിധിയിലാണുള്ളത്. 25 സംവത്സരങ്ങൾക്ക് ശേഷം ഇവിടെ മാർച്ച് 5 മുതൽ പെരുങ്കളിയാട്ടം നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ പ്രത്യേകിച്ചിട്ട് നമ്മൾക്കറിയാം, നമ്മുടെ ഒരു പെരുങ്കളിയാട്ടമാണ്. വലിയ 100-ലേറെ തെയ്യങ്ങൾ, വ്യത്യസ്ത തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന ഒരു പെരുങ്കളിയാട്ടം നടക്കുന്ന ഒരു തിരുസന്നിധി എന്ന രീതിയിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുക. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ, ഇവിടുത്തെ അറകളൊക്കെ ചായം പൂശി അത് വർണ്ണാഭമാക്കുകയാണ്. അതിന്റെ പണികൾ നടക്കുകയാണ്. വീഡിയോയിൽ പച്ചവെളിച്ചം ശ്രദ്ധയൂന്നുന്നത് ക്ഷേത്രത്തിലെ ചായം വെപ്പിനാണ്, അലങ്കാരപ്പണികൾക്കാണ്. പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച. ഇതെല്ലായിട്ടാണോ ചെണ്ടപ്പോ ചെന്നാണെന്ന് ശോഭിച്ചില്ല. ഇപ്പൊ ചെയ്യല ഒരു വർഷം കൂടി പഠിച്ചു. അല്ല ഇതന്നെ ചെയ്തോട്ടോ. ഇതെടുത്തോ. ഇത് നമുക്ക് ഇതിങ്ങനെ ഇതാണ് ചങ്ങലയായിട്ട് വരും. നമ്മൾ ഇന്നലെ കണ്ടിട്ടേ ഇതിൻ്റെ അങ്ങനെ കളിയാട്ടങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങളുടെയും മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന ഒരു തെയ്യപ്രേമി തന്നെ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ശ്രീകാന്ത് അഴീക്കോടാണ് രാമവില്യം കഴകത്തിലെ ചായത്തിന്റെ പണികൾ, ക്ഷേത്രത്തിന്റെ കൊത്തുപണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചായത്തിന്റെ പണികളൊക്കെ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട കലയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ശ്രീകാന്തിന് പറയാനുള്ളത്? ഏത് രീതിയിലുള്ള കലാ സംവിധാനമാണ്, ചായങ്ങളാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് പച്ചവെളിച്ചം അഭിപ്രായം തേടുകയാണ്. എന്താണ് രാമവില്യം കഴകത്തിലെ ഈ ചായം വെപ്പ് എന്നല്ല പറയല്ലേ, അലങ്കാരം,
അതുപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിലുള്ള ഈ കൊത്തുപണിയുടെ അലങ്കാരങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ ഒരു തലമുറയിലല്ലാതെ തൊട്ട് മുന്നേ ഉള്ള ഒരു കാലഘട്ടങ്ങളിൽ വളരെ മൈന്യൂട്ടായിട്ട് കൊത്തുപണികൾ, ഇപ്പം കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് പണിയേണ്ടത് പയ്യന്നൂർ അമ്പലത്തിലാണ്. അതിന്റെ ഉള്ളിലുള്ള പല സംഭവങ്ങളും, ഒരുപാട് നവഗ്രഹങ്ങൾ, അഷ്ടദിക്പാലകർ, ഇതൊക്കെ നമ്മൾ അത്രയും പെർഫെക്റ്റ്, അത്രയും മൈന്യൂട്ടായ വർക്കാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു 10-50 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്ന്. അങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കുറവാണ്. എന്നാൽ ഉള്ളത് നിലനിർത്താൻ ശ്രമിക്കുകയാണ് പലരും ചെയ്യുന്നത്. ചില ക്ഷേത്രങ്ങൾ ഇത് മൈൻഡ് ചെയ്യാണ്ട് പോകും, അങ്ങനെ കുറേ ഇല്ലാണ്ടായി പോകും. ഇവിടെ നിന്നാണെങ്കിൽ വെള്ളെഴുത്ത് നന്നായി സംരക്ഷിക്കുന്നുണ്ട്. ഏകദേശം 10-24ഓളം വെള്ളെഴുത്ത് പാനലുകളുണ്ട്. അതിൽ കാളി മരക്കലം മുതൽ കാളി ധാരിക്കാൻ യുദ്ധം, അത് ഒരുപാട് കൊത്തുപണികൾ അതിനകത്തുണ്ട്. പിന്നെ അതിൽ വിശേഷപ്പെട്ട ഒന്ന് ചിത്രത്തൂണാണ്. ചിത്രത്തൂണ് എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ദേവന്മാരും ദേവിമാരുടെയൊക്കെ ഇതടങ്ങുന്ന അടക്കകളും കഴുങ്ങും പൂക്കലകളൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രത്യേകത തൂണാണ്. ഇതിന് ഭഗവതി സാന്നിധ്യം ഉള്ളൊരു തൂണ് തന്നെയാണ്. അതായത് അതിൽ പൂമാരുതൻ ദൈവമുണ്ട്, ഇവിടുത്തെ അങ്കക്കുളങ്ങര ഭഗവതിയുണ്ട്, ഇവിടുത്തെ പ്രധാന ഭഗവതി വടക്കത്തി ഭഗവതിയുണ്ട്, പൂമാലയുടെ സങ്കല്പത്തിലുള്ള ഭഗവതിമാരുണ്ട്, കൃഷ്ണനുണ്ട്, അതുപോലെ വിഷ്ണുവുണ്ട്, അനന്തശയനമുണ്ട്, ശ്രീ മഹാദേവനുണ്ട്. ഇങ്ങനെ എല്ലാം കൂട്ടി അടങ്ങി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക വ്യാളിമുഖങ്ങൾ, 4 മൂലകളും താങ്ങുന്നത് വ്യാളിമുഖങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം തൂണാണ് ചിത്രത്തൂൺ എന്ന് പറയുന്നത്. ഇത് ഈ പാട്ടുത്സവത്തിനും പൂരത്തിനും ക്ഷേത്രത്തിനും നദിയിലൊക്കെ അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇതിന് 3 തരം പള്ളിയറ. ഒന്ന് മാടം, നടുക്കുള്ളത് പൂമാലയുടെ പള്ളിയറ, പടിഞ്ഞാറ്റ പള്ളിയറ, അപ്പുറത്തത് മുഖായാമ പള്ളിയറ എന്ന് പറയും. അതിനൊരു കിംപുരുഷന്റെ പ്രമാണങ്ങൾ അടങ്ങിയ ഒരുപാട് വ്യാളങ്ങളും ഗുളികക്കാലി, പഞ്ചരക്കാലി, ഇതെല്ലാം അടങ്ങിയതാണ് ഇത് ഈ മുഖായാമ പള്ളിയറ. അപ്പോൾ ഇതിന്റെ മുഖായാമ പള്ളിയറ ഈ ചായം വെപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളത് കിടാരൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്കായിരുന്നു പാരമ്പര്യമായിട്ട് വന്നിരുന്നത്. കാലഘട്ടത്തിൽ അവർ കുറേ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വളരെ റയറായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിലും പെട്ട ബാലാട്ടനൊക്കെ കൂടിയായിരുന്നു നമ്മളെല്ലാം വർക്ക് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള കളർ കൂട്ടന്നെയുണ്ട്, അരവ് പെയിന്റ് എന്ന് പറഞ്ഞിട്ട്. പയ്യന്നൂർ അമ്പലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉള്ളിലുള്ള 1-2 സംഭവങ്ങൾ കെമിക്കൽ പെയിന്റ് വേണ്ടാന്ന് നമ്മൾ അരവ് ചായം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇവിടെയല്ല ഇപ്പം ഇനാമല ചെയ്യുന്നത്. അരവ് ചായല്യത്തിന്റെ പൈസയൊക്കെ ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ കല്ല് ചായല്യത്തിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി, 15,000 രൂപയുടെ അടുത്ത് വരും കിലോന്. പിന്നെ അതുപോലെ അത് ഉണ്ടാക്കൽ, അതിന്റെ മേക്കിങ്ങിന്റെ രീതിയെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ചില നല്ല ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള കാവുകൾ അതന്നെ അതുപോലെ തന്നെ സാധനം ചെയ്യണം, നമ്മളകത്ത് കെമിക്കലൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു പെയിന്റിന്റെ നികത്താനാണ് ഈ അക്രിലിക്, ഏഷ്യന്റെ ഇനാമൽ പോലുള്ള നല്ല പെയിന്റുകൾ ഉപയോഗിച്ചിട്ട് അതേ ടോണിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പഴയ രീതിയിലുള്ള കളർ കൊണ്ടുവരാൻ തന്നെ, പക്ഷെ അത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കാര്യം നടക്കണം. പഴയതുപോലെ അങ്ങനെ ചെയ്തു പോകുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിലെല്ലാം മാറി അല്ലെ, മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തായാലും ഇതൊക്കെ ഇവരെ പോലുള്ള ആളുകളാണ് ഇതൊക്കെ സംരക്ഷിക്കുന്നത് എന്നുള്ള വലിയ കാര്യമാണല്ലേ. അത് സത്യമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ, ഇതിനെ കൊണ്ടുവരാൻ ഇങ്ങനെ ചില ക്ഷേത്രങ്ങളും കാവുകളും ഉണ്ട് എന്നല്ലാണ്ട് മറ്റുള്ളവരും കൂടി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാവിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഒരു മ്യൂസിയം കൂടി അടങ്ങുന്നുണ്ട്. തീർച്ചയായും മാടായിക്കാവായാലും പിന്നെ മടിയൻകോവിലകമായാലും, മടിയൻകോവിലത്തിൽ ഈ ഒരു അടുത്ത പ്രദേശത്തുള്ളിൽ ഏറ്റവും വലിയ മാസമണിമായ കൊത്തുപണിയിലെ അമ്പലം മടിയൻകോവിലാണ്. പലതും നശിച്ചോണ്ട് ഇപ്പോൾ ഒരു പുനരുദ്ധാരണം ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതും കൂടി ഇല്ലാണ്ടാവും. അതുപോലെ പയ്യന്നൂർ അമ്പലത്തിൽ ഉള്ള ഒരു പട്ടി ഇപ്പോൾ അതിന്റെ മുകളിലോട്ട് നോക്കിയാൽ കാണാം. അവർ നന്നായിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ വർഷം. വാതിൽമാടം, അതിന്റെ പോലെ കൊത്തുപണികൾ. ഇനി അതൊന്നും ദ്രവിച്ചു പോയാൽ അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത്രയും ഡെഡിക്കേഷനുള്ള ആർട്ടിസ്റ്റുമാരും വളരെ കുറവായിരിക്കും. ഈ മേഖലയിൽ എത്ര കാലമായി ശ്രീകാന്ത് വർക്ക് ചെയ്യുന്നു? ഞാൻ ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞേരം മുതൽ ഇങ്ങനെ അമ്പലത്തിന്റെ പണിക്ക് മനോജേട്ടന്റെ കൂടെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പോകും. മനോജേട്ടന്റെ കണ്ട് പഠിച്ച് മനോജേട്ടന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തു. ഇപ്പൊ കൂടുതൽ ടീം ഉണ്ടല്ലേ, ചെറുപ്പക്കാരെ കുറച്ച് കുറെ ആൾക്കാർ ഉണ്ട്, നമ്മളിൽ കുറെ ആൾക്കാരുണ്ട്. ഇതൊരു ആൾക്കാർ നമ്മളൊന്നും ഇല്ലാണ്ടായാലും ഇതെങ്ങനെ വേറെ രീതിയിലുള്ള കളറും കാര്യങ്ങളും നിലനിന്ന് പോകണമെന്ന് നമ്മളെല്ലാം ഒരാഗ്രഹം. ഇതിനോട് ഈ പാരമ്പര്യം അതേപോലെ തുടർന്നു പോകണം എന്നുള്ള രീതിയിൽ തന്നെ അല്ലേ, ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളെ കാവ് എന്ന് പറയുന്ന സങ്കല്പം പിന്നെ പരശുരാമന്റെ 5 തിണ സങ്കല്പത്തിൽ മരുതെന്ന് എന്ന് പറയുന്ന തിണ മഴുവിനാൽ വെട്ടിയൊതുക്കി മരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് കാവുകളും അതുപോലെ ഇവിടുത്തെ. ഇപ്പോഴും കംപ്ലീറ്റ് കോൺക്രീറ്റിലേക്കും ബിൽഡിങ്ങിലേക്കും മാറി. പക്ഷെ അന്ന് അതിന്റെ ഒരു ഇതുകൊണ്ട് ശരിക്കും ഇതിന് ചെമ്പടിച്ചിട്ട് ഒരു കാവ് ശരിക്കും പോർപ്പലിയും ചെമ്പും അടിച്ച് അതിനുള്ള വിരാളുപട്ടും ഇത് വ്യാളിമുഖങ്ങളെല്ലാം കൊത്തി സെറ്റാക്കി വെച്ചാൽ ഇത് ശരിക്കും ഇതിനുള്ള എനർജി കൂടുന്ന ഒരു പ്രോസസ്സ് വരയ്ക്കുന്നുണ്ട്. ശരിക്കും ഒരു പരിധിയുടെ കാവിന്റെ ഉള്ളിൽ തന്നെ വരയ്ക്കുന്ന ഒരു മാസും ഫിസിക്സും തന്നെയാണെന്ന് തന്നെ പറയാം. അത് നമ്മൾ ആൾക്കാർ ആ രീതിയിൽ തിരിച്ചറിയണം ഈ തലമുറ. ഇതിന്റെ ഒരു കോമ്പിനേഷൻ തിരിച്ചറിയുന്നില്ല. എല്ലാരും പറയുന്നത് വേഗം ഇങ്ങനെ ഒരു അമ്പലാക്കിന്റെ മുകളിൽ വലിയ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആയി, കാവ് ഇവിടെ, മരങ്ങൾ ഇവിടെ.
അല്ല, പുനരുദ്ധാരണ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മുടെ മരങ്ങളൊക്കെ വെളിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ആളുകൾ ഇന്നത്തെ മാത്രമല്ല, അത് ഒരു പരിധി എല്ലാ ജനങ്ങളിപ്പോ കണ്ടമാനം വരുമ്പോൾ അവർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം മൊത്തം ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ആൾക്കാർ പഴയതുമല്ല, ഇനി എന്നാലും പഴമ നിലനിർത്തി ഒരു പരിധി വരെ കൊണ്ടുപോകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. രാമവില്യം കഴകം എന്ന് പറഞ്ഞാൽ കഴകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഴകമാണ്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പെരുങ്കളിയാട്ടം തന്നെ നടക്കുന്നത്. ആ അർത്ഥത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് അല്ലെ. പിന്നെ ഭാവിയിലും ഇത്തരം പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഉപജീവന മാർഗമായിട്ട് മാറുന്നുണ്ട്. ഇത് തന്നെ എല്ലാ കാലഘട്ടവും നമുക്ക് ഈ മഴക്കാലത്തൊന്നും പണിയുണ്ടാവില്ല. മറ്റുള്ള പണികളും അത്യാവശ്യം പരിപാടികളും ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ചു കാലം ചാനലുണ്ടായിരുന്നു. ഇത് നല്ല രസമുള്ള ഫീൽഡാണ്. ഇതൊരു പാഷനാണ്. ഒരു പാഷൻ. ഒരു വർഷം എന്തായാലും ഒരു അമ്പലം ചെയ്ത് കഴിഞ്ഞ വർഷം ഒരു വർഷം ഫുള്ളായിട്ട് ഒരു അമ്പലം ചെയ്തല്ലോ. 15 അമ്പലം മാത്രം. ശരി. ഇപ്പൊ എത്ര ദിവസത്തെ വർക്ക് ഉണ്ടാവും ഇവിടെ? ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു മാസമായി. ഇനി ഏകദേശം ഒരു മാസം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഫിനിഷ് ചെയ്യാം. ആയിക്കോട്ടെ. ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇത്തരം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, ഇത്തരം ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ പുറലോകം അറിയിക്കുക, ഇത്തരം നമ്മുടെ പൈതൃകമായിട്ട് നമ്മൾ തലമുറ കൈമാറിയിട്ട് വന്നിട്ടുള്ള ഇത്തരം കൊത്തുപണികൾ, ഇത്തരം അലങ്കാരപ്പണികൾ അതിന് തനിമ ചോരാതെ കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ ലക്ഷ്യമൂന്നിക്കൊണ്ടാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.